ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തേതൊരു കല്യാണ വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഈ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മുടെ അമ്മയുടെ ഫാമിലിയിൽ ഒരു കല്യാണം നടക്കുന്നത്. ഇന്ന് നമ്മുടെ കസിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതേ രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ എന്ന് പറയാൻ പറ്റത്തില്ല, കല്യാണം ഉച്ചയ്ക്കായിരുന്നു. അതുകൊണ്ട് കുറേ അധികം സമയം കിട്ടി കേട്ടോ ഞങ്ങൾക്ക് റെഡി ആവാനായിട്ട്. അങ്ങനെ ഞങ്ങളിതേ എല്ലാവരും കൂടി നേരെ റെഡിയായ അമ്പലത്തിലേക്കാണ് കേട്ടോ പോയത്. നമ്മൾ അമ്പലത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ ചെക്കൻ റെഡി ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ കണ്ടത്. അങ്ങനെ നിന്ന് ഇതേ എല്ലാവരും കൂടി കുറച്ച് നേരം നിന്ന് ചെക്കനായിട്ട് വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ എല്ലാ ബന്ധുക്കളായിട്ട് നമ്മൾ കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴത്തേക്കിനും നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രി ആയിരുന്നു കേട്ടോ. താലപ്പൊലിയൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ ബ്രൈഡിനെ എന്തേ അവർ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത്. കല്യാണമൊക്കെ നല്ല ഭംഗിയായി തന്നെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ കല്യാണം കഴിഞ്ഞുള്ള ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഊണ് കഴിക്കലാണല്ലോ. കല്യാണത്തിൻ്റെ മുഹൂർത്തം ഉച്ച സമയത്തായതുകൊണ്ട് തന്നെ കല്യാണത്തിന് മുന്നേ തന്നെ ഒരു പന്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളത് രണ്ടാമത്തെ പന്തിയിലാണ് കയറിയത്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു കല്യാണ സദ്യ ഞാൻ കഴിക്കുന്നത്. നൈന് വേണമെങ്കിൽ ചോറ് കഴിച്ചിട്ടേ ഇല്ല, പായസം മാത്രം കേട്ടോ അവൾ കുടിച്ചത്. അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഗ്ലാസ്സിൽ പായസം വാങ്ങിയാണ് കേട്ടോ കൊടുത്തത്. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നിരുന്നു വീണ്ടും ചേച്ചിമാരെ എല്ലാവരുമായിട്ട് വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവരോട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. കല്യാണം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ചെക്കൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അവിടെ ചെക്കൻ്റെ ഫ്രണ്ട്സ് ചില കലാപരിപാടികളൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടേക്കാണ് പോയത്. അവിടെ എത്തിയിട്ട് ഇതേ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. ഭയങ്കര പാട്ടും മേളവും ഇതേ ആ ഗൊറില്ലയും ആ പാണ്ടയൊക്കെ വന്നിട്ട് ഭയങ്കര പരിപാടിയായിരുന്നു കേട്ടോ. നൈനുവിനാണെങ്കിൽ ഗൊറില്ല എടുത്തോട്ട് പോകുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. അവളിതേ അച്ഛനെ അള്ളി പിടിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നിന്ന് അതിൻ്റെ തുള്ളലും ചാട്ടവും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൾക്ക് കുറച്ചൊക്കെ പേടി മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ മാത്രമല്ല ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു. ചേട്ടന്മാരൊക്കെ ഇത്രയും നന്നായിട്ട് ഡാൻസ് കളിക്കുമെന്ന് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അങ്ങനെ കൊട്ടും മേളവും പാട്ടും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഇവിടെ എല്ലാവരെയും കല്യാണത്തിന് ഇത്തരം ചില കലാപരിപാടിയൊക്കെ ഉള്ളതാണെന്ന് കേട്ടോ അവർ പറയുന്നത്. ഇനി അടുത്ത കലാപരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പെണ്ണിന് വിളക്ക് കൊടുത്ത് അകത്തേക്ക് ഇരുന്ന ചടങ്ങാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്കാണ് പോയത് അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാമി അവർക്ക് വിളക്ക് കൊടുത്ത് അകത്തേക്കൊക്കെ കയറ്റി കേട്ടോ. അങ്ങനെ ഇനിയെന്ന് വെച്ചാൽ അവർ ആ വിളക്ക് കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിച്ചിട്ട് വരിക എന്നതാണ്. അത് കഴിഞ്ഞ് ഒരു ചടങ്ങ് കൂടി ഉണ്ട് കേട്ടോ. ഈ പാലും പഴവും കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടേ, അതാണ് കേട്ടോ ഇനി അടുത്ത് നടത്താൻ പോകുന്നത്. എന്തിനാണ് ഈ ചടങ്ങ് നടത്തുന്നത് സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല. ഈ ചടങ്ങ് എവിടെ നടത്തിയാലും എന്തെങ്കിലും ഒരു കോമഡി ആയിരിക്കും. ഇത് കണ്ടില്ലേ, എല്ലാവരും നിന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ വന്ന് എല്ലാവരും റെഡി ആയിട്ടാണ് കേട്ടോ വൈകിട്ടത്തെ റിസപ്ഷന് വേണ്ടിയിട്ട് പോയത്. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കിന് ഏകദേശം നല്ല ടൈമായിരുന്നു കേട്ടോ. നല്ല തിരക്കും ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ സ്റ്റേജിൽ നിന്ന് കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അങ്ങനത്തെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും എല്ലാ ഫാമിലിയിലുള്ളവരെയും മൊത്തം വിളിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ രണ്ടുപേരെയും ഫാമിലിയിലുള്ളവരെല്ലാവരും സ്റ്റേജിൽ വന്നിട്ട് എല്ലാവരോടും ചേർന്നിട്ടാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്തത്. അങ്ങനെ അവർ രണ്ടും ഒരുമിച്ചുള്ള ആദ്യത്തെ കേക്ക് കട്ടിങ് കഴിഞ്ഞു കേട്ടോ. ഈ കേക്കിൻ്റെ മധുരം പോലെ അവരുടെ ജീവിതവും മധുരമുള്ളതാവട്ടെ എന്ന് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ആശംസിക്കുന്നു കേട്ടോ. വീട്ടിൽ നിന്നാണെങ്കിൽ അമ്മ അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫംഗ്ഷന് വേണ്ടിയിട്ട്. അമ്മയ്ക്ക് രാവിലെ കല്യാണത്തിന് വരാൻ പറ്റാഞ്ഞിട്ട് വൈകുന്നേരമാണ് കേട്ടോ വന്നത്. അങ്ങനെ അവരുടെ കൂടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് നമ്മുടെ പിള്ളേരുടെ പരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർ 5 പേരും തകർത്ത് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നേ. അടിപൊളിയായിരുന്നു കേട്ടോ അവരുടെ പരിപാടി കാണാനായിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നൈനും അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഡാൻസായിരുന്നു കേട്ടോ. അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെല്ലാവരും ഡാൻസ് കളിക്കുന്ന കാണാൻ ഭംഗിയല്ലേ അല്ലെങ്കിലും. ഒരു സൈഡ് ഡാൻസുകൾ എടുക്കുമ്പോൾ ഒരു സൈഡ് ഭയങ്കര പടക്കംപൊട്ടിയിലായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കുറച്ച് നേരം പോയിരുന്നു കണ്ട്. അതെല്ലാം കണ്ടിട്ട് പിന്നെയും വന്ന് എല്ലാവരോടും ഇരുന്ന് കാര്യം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നൈനുവിൻ്റെ കാര്യം കേട്ടോ പറയുന്നത്. നൈനുവിൻ്റെ ഡാൻസുകളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരും കൂടി. ഇനി അടുത്തതായിട്ട് നമ്മുടെ ചെക്കൻ്റെ വീട്ടിലെ കലാപരിപാടികളായിരുന്നു കേട്ടോ. നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും ഒരു പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞു പോയ ഒരു കല്യാണത്തിന് എനിക്ക് നന്നായിട്ട് കൂടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ കല്യാണത്തിന് ഞാൻ ആദ്യം മുതൽ അവസാനം വരെ നിൽക്കുമെന്ന് ഞാൻ തീരുമാനം എടുത്തിട്ടാണ് വന്നത്. അതുകൊണ്ട് നല്ലപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ. അങ്ങനെ ഈ കല്യാണം നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.